ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ പവർഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് സക്സസ്ഫുൾ ആക്കാനുള്ള ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ് പറയുന്നത്. ഐ മീൻ പില്ലോ ടെക്നിക്ക്. കുറച്ച് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സുകൾ ആഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്ക് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കുക, 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യമായിട്ട് നമുക്കിതിന് വേണ്ടത് ഒരു പേപ്പറാണ്, ഒരു പേപ്പറിൻ്റെ പീസ്. ചെറിയ പേപ്പറാണെങ്കിൽ അതങ്ങനെ എടുക്കാം, അതല്ല ഒരു A4 ഷീറ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു പകുതിയൊക്കെ മതിയാവും നമുക്ക്. നിങ്ങൾ ഇത് എഴുതുന്നത് ഏത് കളറിൽ ഉള്ള ഇങ്ക് ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നോ പ്രോബ്ലം. ബ്ലൂ ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ഒന്നും ഒരു പ്രശ്നമല്ല. അപ്പം ഞാനിപ്പോൾ കുറച്ച് സെൻറ്റൻസുകൾ പറയാൻ പോകുന്നുണ്ട്. ആ സെൻറ്റൻസുകൾ നിങ്ങൾ ആദ്യം എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു പേപ്പറിലോട്ട് നിങ്ങൾക്ക് മാറ്റി എഴുതാവുന്നതാണ്. അപ്പം ഞാൻ ആദ്യം ആ സെൻറ്റൻസുകൾ പറയാം. അതിനുശേഷം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്ര ദിവസമാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പറയാം. ഓക്കെ, ആ സെൻറ്റൻസ് ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതിയെടുത്തോളൂ. ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നതിലൂടെ എന്തൊക്കെ ബെനിഫിറ്റാണ് ഉണ്ടാവാൻ പോകുന്നത് അത് ആദ്യം ഒന്ന് പറയാം. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ആയിട്ട് പ്രശ്നങ്ങളിലായിട്ട് അകന്നിരിക്കുന്ന ആളുകളാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് സെറ്റാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വളരെ സന്തോഷത്തിലൊന്നുമല്ല റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്, റിലേഷനിലാണ് എന്ന് മാത്രം ഉള്ളൊരു ഫീല് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടിയൊക്കെ ഐക്യം തോന്നണം, ആ റിലേഷൻഷിപ്പ് ഒന്നും കൂടിയൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കണം എന്ന് തോന്നുന്ന ആളുകൾക്കും ഒക്കെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതുപോലെ ബ്രേക്കപ്പിൻ്റെ വക്കിൽ നിൽക്കുന്ന ആളുകൾക്ക്, അങ്ങനെ റിലേഷൻഷിപ്പിൽ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും രണ്ടുപേരെ തമ്മിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഐ മീൻ വേറൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എഴുതിയെടുത്തോളൂ. ഇതൊക്കെയാണ് സെൻറ്റൻസ്. ഒരു സ്ത്രീയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് ആദ്യം പറയാം. പിന്നെ പുരുഷനാണെങ്കിൽ ചെറുതായിട്ട് വേർഡ്സുകളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറ്റി എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ത്രീയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ എന്നുള്ളത് നോക്കാം. എഴുതിയെടുത്തോളൂ. ഈ നിമിഷം മുതൽ അവൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. ഒന്നാമത്തെ സെൻറ്റൻസ് ഇതാണ്. ഈ നിമിഷം മുതൽ അവൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. രണ്ടാമത്തെ സെൻറ്റൻസ്, ഞാൻ അവനെ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ എന്നെ ആഗ്രഹിക്കുന്നു. ഞാൻ അവനെ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ എന്നെ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ സെൻറ്റൻസ്, ഞാൻ അവനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാം. ഞാൻ അവനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പം 3 സെൻറ്റൻസുകൾ ഞാൻ പറഞ്ഞു. ഇതാണ് നമ്മൾ ആ പേപ്പറിൽ ആദ്യം എഴുതേണ്ടത്. ഇത് ഇവിടെ ഞാൻ അവൻ എന്ന് പറഞ്ഞിടത്ത് ഒരു പുരുഷൻ സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താവും, അവൻ എന്നുള്ള സ്ഥലത്ത് അവൾ എന്നായി മാറും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ നിമിഷം മുതൽ അവൾ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. ഞാൻ അവളെ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൾ എന്നെ ആഗ്രഹിക്കുന്നു എന്നായിട്ട് മാറും. ഞാൻ അവളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൾ എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇങ്ങനെ മാറി വരും. ഓക്കെ, അപ്പോൾ ചെറിയ രീതിയിൽ മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ പേപ്പർ എടുത്തു. ആ പേപ്പറിൽ നിങ്ങൾ ഇത് എഴുതിയിട്ട് ഒരു 2 തവണ മടക്കുക. 2 തവണ മടക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആ പേപ്പറിൽ തന്നെ 2 ഭാഗങ്ങൾ കാണാം, പുറം ഭാഗം. ആ പുറം ഭാഗത്ത് എഴുതേണ്ടതാണ് ഇനി പറയാൻ പോകുന്നത്. അവന് എന്നോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും ദൈവം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവന് എന്നോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും ദൈവം വർദ്ധിപ്പിക്കുന്നു. 2 പുറം ഭാഗം ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. ഒരു ഭാഗത്ത് ഇത് എഴുതുക, മറ്റൊരു ഭാഗത്ത് നിങ്ങൾക്ക് താങ്ക് യു എന്ന് എഴുതുക. 3 തവണ താങ്ക്സും എഴുതുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകൂടി പറയാം. ആദ്യം പറഞ്ഞ 3 സെൻറ്റൻസ് നിങ്ങൾ ആ പേപ്പറിൽ എഴുതുന്നു. അത് 2 തവണ മടക്കുന്നു. ആ 2 തവണ മടക്കുമ്പോൾ 2 പുറം ഭാഗം ഉണ്ടായിരിക്കും. അതിൽ ഒരു ഭാഗത്ത് അവൻ എന്നോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും ദൈവം വർദ്ധിപ്പിക്കുന്നു എന്ന് എഴുതുന്നു. മറ്റൊരു പുറം ഭാഗത്ത് നിങ്ങൾ എന്ത് എഴുതുന്നു, താങ്ക് യു എന്ന് എഴുതുന്നു. ഇത് രാത്രിയിലാണ് ചെയ്യേണ്ടത്. ഇത് എന്നിട്ട് നിങ്ങൾ കിടന്നുറങ്ങുന്ന ആ ബെഡ്റൂമിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പില്ലോയുടെ കവറിനുള്ളിലായിട്ട് വെക്കുക. ഓക്കെ, വെക്കുന്നതിന് മുമ്പ് നിങ്ങളിപ്പോൾ എഴുതി വെച്ചിട്ടുള്ള ഈ സെൻറ്റൻസുകൾ 3ഉം 1 4ഉം പിന്നെ താങ്ക് യു അങ്ങനെ ടോട്ടൽ 5 കാര്യങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബൈഹാർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിത് എഴുതുന്നു, ബൈഹാർട്ട് ചെയ്യുന്നു, മടക്കിയിട്ട് പില്ലോക്കകത്ത് വെക്കുന്നു. അതിനുശേഷം അടുത്ത ദിവസം രാത്രിയിൽ നിങ്ങൾ
പില്ലോയുടെ കവറിനുള്ളിൽ നിന്നും ഇതെടുക്കുന്നു. ഇതെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുള്ള ആ 5 പോയിന്റ്സ് 4 സെന്റൻസുകളും അവസാനത്തെ താങ്ക് യു എന്നുള്ളതും 21 തവണ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ആ 4 സെന്റൻസും അതുപോലെ തന്നെ താങ്ക് യു എന്നുള്ളതും ഒരു 11 തവണ റിപ്പീറ്റ് ചെയ്യുക. എങ്ങാനും നിങ്ങൾ ബൈഹാർട്ട് ചെയ്തിട്ടുള്ളത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ ഒന്ന് ജസ്റ്റ് തുറന്നു നോക്കി വായിച്ചാലും മതി. 11 തവണ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, വീണ്ടും അതുപോലെ തന്നെ മടക്കിയിട്ട് പില്ലോ കവറിന് ഉള്ളിലായിട്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക. ഇങ്ങനെ തുടർച്ചയായിട്ട് 11 ദിവസം ചെയ്യണം. അടുത്ത ദിവസം എന്ത് ചെയ്യണം, രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഇത് എടുക്കുക, കയ്യിൽ പിടിക്കുക, ബൈഹാർട്ട് ചെയ്തത് റിപ്പീറ്റ് ചെയ്യുക 11 തവണ. അപ്പോഴും മറന്നിട്ടുണ്ടെങ്കിൽ പേപ്പർ തുറന്നുകൊണ്ട് നിങ്ങൾക്ക് 11 തവണ വായിക്കാം. വീണ്ടും വെക്കുന്നു. ഇങ്ങനെ 11 ദിവസം ചെയ്യുന്നു. എപ്പോഴാണ് ചെയ്യേണ്ടത്? രാത്രിയിൽ കിടക്കുന്നതിന് തൊട്ട് മുൻപാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ടെക്നിക്കുമായി ബന്ധപ്പെട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിപ്ലൈ കിട്ടണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെന്നുണ്ടെങ്കിലും മെസ്സേജ് അയക്കാം. എൻ്റെ പേഴ്സണൽ കോച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എനിവേ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.